ഓ ഹലോ ആ ഹലോ ഹലോ. ഇത് ലിയാക്കത്തലിയാണോ? അതെ. ഓക്കെ. കുറച്ചായിട്ട് നിങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, എന്താ ഉദ്ദേശം? ആരാ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരായിരുന്നു? എന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഞാൻ നിങ്ങളുടെ വ്യൂവറോ അല്ലെ സബ്സ്ക്രൈബറോ അല്ലെ പറഞ്ഞാൽ അറിയുന്ന ആളൊന്നും അല്ല. എന്നാലും നമ്മൾ ആരോടാ സംസാരിക്കുന്നത് നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണ്ടേ? അല്ല, എന്നെ പറഞ്ഞാൽ അറിയാത്ത ഒരാളല്ലേ, ഉം, അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പേര് പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ശരി, പറഞ്ഞോളൂ. അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം വീഡിയോ ഇടുന്നതുകൊണ്ട്? സ്പെസിഫിക് ആയിട്ട് പറയൂ. എന്തോ? കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയൂ. ഓക്കെ. അതായത് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നു? അതായത് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മോശമായിട്ടുള്ള വീഡിയോസ്, അല്ലെ നബിയുടെ കുടുംബത്തെ അപമാനിച്ചിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ്, അല്ലെ ഒരു ഇസ്ലാം ഉദാഹരണം പറയോ? സമൂഹത്തിന് എന്തോ? ഒരു ഉദാഹരണം പറയോ? അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഉദാഹരണം പറയൂ, അതാണോ ഇതാണോ ഒക്കെ ചോദിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. നിങ്ങളിപ്പോ എന്റെ ഏതോ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ അവഹേളിച്ചുന്നോ ഇല്ലാത്തതെന്തോ പറഞ്ഞുന്നോ അങ്ങനെയൊക്കെ തോന്നിയതായിരിക്കും ഇപ്പൊ വിളിച്ചിട്ടുണ്ടാവുക. അതല്ല, അതുകൊണ്ടല്ല വിളിച്ചത്. ഉം. നിങ്ങൾ ഇങ്ങനെ പറയുന്നോണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണയാണെങ്കിൽ പറയുന്നോണ്ട് കുഴപ്പമില്ല. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പറയല്ലോ, പഠിക്കല്ലേ നമ്മൾ ചെയ്യാം. അതന്നെ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുക, അല്ലെ അതെ, അതിനെപ്പറ്റി എനിക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിളിച്ച് പറയാം. നമുക്ക് തെറ്റിദ്ധാരണയല്ല ഉള്ളത്. പിന്നെന്താ? എന്റെ ബോധ്യങ്ങൾ ഞാൻ പറയണം, അതിലെന്താ പ്രശ്നം? അത് നിങ്ങൾ പറയാണ്, പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, അതാണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മതത്തിന്റെ ആളുകള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളോടുള്ള എന്റെ പ്രതികരണം പറയാണ്. റിയാക്ഷൻ വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല, മൊത്തം ഒന്നും കണ്ടിട്ടില്ല. 1-2 കണ്ടപ്പോ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറയൂ, അത് പറയൂ. നിങ്ങൾ മാത്രല്ല സെബാസ്റ്റ്യൻ പുന്നക്കല്, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ ഞാൻ എന്റെ കാര്യം പറയൂ. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങളെ പോലെയുള്ള ഫ്രോഡുകൾ ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കുക. യൂട്യൂബില് പൈസ ഉണ്ടാക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അല്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഭാര്യനെയോ മക്കളെയോ കുടുംബാംഗങ്ങളെ പറ്റി നിങ്ങൾ വീഡിയോ ചെയ്യും, അതൊക്കെ കാണാനും ആൾക്കാരുണ്ട്. നബീനെ കുറിച്ചോ നബിയുടെ കുടുംബത്തെ കുറിച്ചോ നിങ്ങൾക്കൊന്നും പറയാൻ ഒരു അധികാരവും ഇല്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ വിഷമം? എന്താണ് അത് പറയും. എന്റെ വിഷമം, നബിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്താണ് ചെയ്ത പ്രശ്നം? അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റവന്യൂ പബ്ലിക്കിന് കൊടുക്കുക. എന്തിന്? അല്ലാണ്ട് നിങ്ങൾക്ക് പൈസ അല്ല, നിങ്ങൾക്ക് ഓരോന്നും യുദ്ധം മുതൽ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റണം എന്നാണ്. യുദ്ധം മുതലിന്റെ 5-1 സ്വന്തം എടുത്തിട്ട് ബാക്കി കൊടുക്കണം എന്നാണോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണോ? താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കാൻ താല്പര്യമില്ല, അല്ലെ നബിയെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെ എന്തെങ്കിലുമൊക്കെ കുറ്റം കാണുന്നുണ്ടേ പറഞ്ഞു, കുഴപ്പമില്ല. അതേ പറയുന്നുള്ളൂ. ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? റവന്യൂ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അർഹതയില്ല, നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം. നബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ റവന്യൂ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരൂ. ഞാൻ എല്ലാ മാസത്തെ റവന്യൂ നിങ്ങൾക്ക് മാത്രമായിട്ട് അയച്ചു തരാം, അതിനൊന്നും കുഴപ്പമില്ല. റവന്യൂ വേണ്ട, എനിക്ക് എന്തിനാണ്? എനിക്ക് ഇങ്ങനെ കള്ളത്തിലുള്ള പൈസ എനിക്ക് എന്തിനാ? പിന്നെ ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുക. നബിയുടെ ഐഡിയോളജി എന്തായിരുന്നു, നബി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചതെന്നൊക്കെയുള്ളത് നല്ല വിശ്വാസികൾക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര വേണേലും സംസാരിക്കാം, അതിന് തടസ്സമില്ല. അതിന് നിങ്ങൾ വെറുതെ ഇമോഷണൽ ആവണ്ട. ഞാൻ നബിയെ കുറിച്ച് പറഞ്ഞ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വാദങ്ങളൊക്കെ പരിഗണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് മൊത്തം തെറ്റാണല്ലോ. ഒരെണ്ണം പറഞ്ഞോളൂ, ഒരെണ്ണം. നിങ്ങളും ഒരു കാര്യം കൂടി ചോദിക്കണം, നിങ്ങളെ പോലെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ജനറൽ ആയിട്ട് പറയാതെ, നിങ്ങൾ വെറുതെ ജനറൽ ആയിട്ട് പറയാതെ ക്ലിയർ ആയിട്ട് പറയൂ. ഞാൻ മുഹമ്മദ് നബിനെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ ഒരെണ്ണം പറയൂ. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് യൂട്യൂബിൽ കൂടെ പറയുന്നതിന് പകരം ഞാൻ ചോദിക്കുന്നത്, ഞാൻ യൂട്യൂബിലൂടെ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഇല്ലാത്തത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂ. ഇല്ലാത്ത ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ കയ്യിലുള്ളത് കിതാബുകളാണ്, ഗ്രന്ഥങ്ങളാണ്. കിതാബുകള്. ഇവിടെ ഇപ്പൊ ഹദീസുകൾക്ക് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% വിശ്വാസ്യത ഉണ്ടോ? നിങ്ങളുടെ കുടുംബക്കാരെ കുറിച്ച് വിശ്വാസ്യത ഉണ്ടോ നിങ്ങൾക്ക്?
നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പൊട്ടക്കുളത്തിൽ തവള വിചാരിക്കും നിങ്ങൾ കാണുന്നതാണ് വലിയ ലോകം എന്ന്. നിങ്ങൾ പൊട്ടക്കുളം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഈ മൊട്ടക്കുന്നിൽ നിന്നിട്ട് പറഞ്ഞ കാര്യമുണ്ടോ? നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. സംസാരിക്കാനാണ് വിളിച്ചെങ്കിൽ ഏതറ്റം വരെ സംസാരിക്കാനോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യം വേണ്ടത് എന്താ അറിയോ? ആദ്യം നമ്മള് റിലാക്സ് ചെയ്യൂ. അല്ല, എനിക്ക് റിലാക്സ് ആവാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യാം. എനിക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല. ആൾക്കാരെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയൂ. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നാണ്. എനിക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, അല്ലെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ള നിങ്ങളിപ്പോ കോൾ ചെയ്തതുകൊണ്ട് വേറൊന്നും അല്ല. നിങ്ങളിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇട്ട വീഡിയോ ഒരുപാടുണ്ട്. കൂടാതെ നിങ്ങൾ യൂട്യൂബിൽ കൂടെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നബിയുടെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുക. ആ പൈസ മൊത്തം ഇനിയും ചെയ്യുന്നത്. പൈസ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് അക്കൗണ്ട് നമ്പർ തന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. എന്റെ അക്കൗണ്ട് നമ്പർ ഇടാം, എന്നിട്ട് ഞാനത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നോ. എല്ലാ മാസവും ഞാൻ ഗൂഗിൾ യൂട്യൂബിന്റെ വരുമാനം നിങ്ങൾക്ക് അയച്ചുതരാം. അയക്കാണ്ടിരിക്കരുത്. ഇല്ല അയച്ചുതരാം. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചുതരും. അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചുതരും. എപ്പോ അയച്ചുതരും? എനിക്ക് ഞാൻ പറഞ്ഞേ, എനിക്ക് തന്റെ പൈസയോ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും തരാൻ താല്പര്യമില്ല. ഇതിന്റെയൊക്കെ പിന്നാലെ ഞാൻ ചോദിക്കുന്നത്, ഒരാള് നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഇത്ര ഇല്ലോജിക്കലായിട്ട് ആർഗ്യുമെന്റ് വെക്കാനാണോ വിളിച്ചത്? ഞാനിപ്പോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു. വേറൊന്നുമല്ല, തനിക്ക് വീഡിയോസ് ചെയ്യാം. ആ ചെയ്യുമ്പോ ഒരു മര്യാദ ഉണ്ടല്ലോ. എന്താണ് അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാൻ വയ്യ. നിങ്ങൾ ഭയങ്കരമായിട്ട് ആവേശത്തിൽ എന്നെ വിളിക്കുന്നു. നിങ്ങൾ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾ ഒരു എക്സൈറ്റ്മെന്റിലാണോ അല്ലെങ്കിൽ ദേഷ്യത്തിലാണോ എനിക്ക് അറിയില്ല. ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് വീഡിയോ ചെയ്യരുത്, വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഞാൻ ആർക്കെങ്കിലും കൊടുക്കണം. എന്താ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം? എന്താ? എനിക്ക് പൈസ കിട്ടുന്നതാണോ അതോ മുഹമ്മദ് നബി ഞാൻ യൂട്യൂബിന്റെ റവന്യൂ മേടിക്കുന്നതാണോ അതോ പിന്നെ തനിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണ തെറ്റായിട്ടുള്ളത് ഉണ്ടെങ്കിൽ തനിക്ക് പറയാം. അതൊക്കെ അത് പറയുമ്പോൾ അത് നമുക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളും പ്രകടിപ്പിക്കും. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. താൻ അതിലൂടെ പൈസ ഉണ്ടാക്കുമല്ലേ? പൈസ ഉണ്ടാക്കും. ഞാൻ അതിന് വേണ്ടി എന്റെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ഈ ഖുർആനും കെട്ടും വായിച്ചിരിക്കുമ്പോ ഞാൻ അതിന് സ്പെൻഡ് ചെയ്യുന്ന സമയം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ മേടിക്കാനുണ്ട്, ഇനിയും കൂടുതൽ റെഫറൻസസ് മേടിക്കാനുണ്ട്, എനിക്ക് കൂടുതൽ ഇനി സംവിധാനങ്ങൾ മേടിക്കാനുണ്ട്. ഉണ്ടാക്കുന്ന പൈസയൊക്കെ അന്തസ്സില്ലാത്ത പണിക്ക് പോയിട്ട് ഉണ്ടാക്കുന്ന പൈസ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ അന്തസ്സില്ലാത്ത പണിയാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഹദീസ് വായിക്കുന്നത് അന്തസ്സില്ലാത്ത പണിയാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നബിയെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നത്, നബിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. ഒരെണ്ണം എന്നെ ബോധ്യപ്പെടുത്തും. ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് തനിക്ക് എങ്ങനെ അറിയാം താൻ പറയുന്നത് ശരിയാ? മാന്യമായിട്ട് മര്യാദക്ക് സംസാരിച്ചു തുടങ്ങിയ നിങ്ങളുടെ ടെമ്പർ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇതൊക്കെയല്ലേ പറയുള്ളൂ. ഞാൻ വേറെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഇത്ര അസ്വസ്ഥപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഈ ഹദീസ്? ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ ചോദിക്കണേ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മുഹമ്മദ് നബിയെ കുറിച്ച് ഇല്ലാക്കാതെ കളവ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? 100% ഒരെണ്ണം പറയൂ എന്നാണ് പറയുന്നത്. ഒരെണ്ണം അതൊന്ന് പരിശോധിക്കാം. ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താം. ഒരെണ്ണം പറയൂ. നിങ്ങൾക്ക് കേട്ടപ്പോ ഏറ്റവും വേദന തോന്നിയ ഒരെണ്ണം പറയൂ. താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തിരിക്കാൻ പോവാ ഞാൻ. അപ്പൊ ഒരെണ്ണം ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. താൻ തന്നെ എടുത്ത് തന്റെ വീഡിയോസ് എടുത്ത് നോക്ക്. താൻ പറയുന്നത് ഇപ്പൊ തന്റെ തന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ കുറിച്ച് ആരോടെയൊക്കെ ചോദിച്ചാൽ ഒരു 500 കഥകൾ ഉണ്ടാവും പറയാൻ. ചിലപ്പോൾ തന്റെ ഭാര്യയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും വീട്ടുകാരെയൊക്കെ കുറിച്ച് ഭയങ്കര മോശമായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ട് തന്റെ കുടുംബക്കാർ ഇതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. എന്റെ കുടുംബക്കാരോ ഞാനോ ഉത്തമ മാതൃകയാണെന്നും ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ മോശമാണെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുള്ള കാലം നിങ്ങൾ അന്വേഷിച്ചോ? തന്റെ കുടുംബക്കാരെ പറ്റി പറയുമ്പോ തനിക്ക് നിങ്ങൾ അന്വേഷിച്ചോന്നേ. നിങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ വാദമുള്ളവര് ഉണ്ടെങ്കിൽ, ഞാനാണ് ഇതിൽ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്ന ആരെങ്കിലും എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് അവരുടെ കഥകൾ ചകഞ്ഞ് വീഡിയോ ചെയ്യ്. ഞാൻ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ? ഞാൻ എം അക്ബറിനെ കുറിച്ച് കഥകൾ ചകഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടോ? ഞാൻ മുസ്ലിം പണ്ഡിതന്മാരുടെ വയലുകൾ കേൾപ്പിച്ചിട്ട് അവര് പറയുന്ന മതവിഷയത്തിലാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഒരു എം അക്ബറിന്റെയോ അലിയാർ കാസിമിയുടെയോ വീട്ടിലുള്ള കഥയല്ല പറയണത്, ഗ്രന്ഥത്തിലുള്ളത്. മുഹമ്മദ് നബി ഏറ്റവും ഉത്തമനായ മാതൃകയാണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? അല്ല, നിങ്ങൾ ഇപ്പൊ ഒന്നും പറയിപ്പിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ വെറുതെ താൻ കോൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക.
അല്ല നിങ്ങൾക്ക് താനിതിപ്പോ മാന്യമായിട്ട് ഒന്നും സംസാരിക്കാനുള്ള അവസരം പറയിപ്പിക്കുന്നില്ലല്ലോ. തരുമ്പോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വയ്യ. അതല്ലേ താനൊന്നും പറയിപ്പിക്കുന്നില്ല. താൻ ഇങ്ങനെ നിങ്ങൾ റേഡിയോ എത്ര വെച്ചപ്പോൾ നേരം ആരാ ഇങ്ങോട്ട് സംസാരിച്ചത്? പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങളാണ് സംസാരിച്ചത്. നിങ്ങൾ ഒരു അതായത് ഇടയ്ക്ക് പോയിന്റ് ഞാൻ മുഴുവൻ താൻ നിങ്ങളോട് തുടങ്ങുന്നത് കേൾക്കാറില്ലേ? തന്നെ സ്പെസിഫിക് ആയിട്ട് പറയൂ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ പറഞ്ഞ ഒരു സ്പെസിഫിക് പോയിന്റ് നിങ്ങളുടെ എന്ന് പറഞ്ഞേ. വീഡിയോയില് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട്. ഒരെണ്ണം ഇതേപോലെ പറയേ. കുറെ നിങ്ങൾ എന്നെ ഫ്രോഡുകളുണ്ട്. വിളിക്കണമെങ്കിൽ ഒരു എല്ലാവരും കാരണം ഉണ്ടല്ലോ. പറയുന്നു. നിങ്ങൾ ഒരാളെ ഫോൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? അതായത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ? പറഞ്ഞ അതായത് കാര്യം അതല്ലേ നിങ്ങൾ ഞാൻ പല ചോദിക്കണം. നിങ്ങൾ വീഡിയോയിലും എന്നോട് ഇസ്ലാം പറഞ്ഞ ഒരു ശരിയല്ല, കാര്യം ഖുറാനിൽ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഖുറാൻ ഞാൻ ഇങ്ങോട്ട് പറയാം. പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബിയുടെ ചരിത്രം ഇങ്ങനെയാണ്, ഞാൻ നബി പറയാം. അങ്ങനെയാണ്, നബി ഇങ്ങനെയാണ്, നബിയുടെ കല്യാണം മറ്റേതാ മറിച്ചതാ, 9 വയസ്സിലുള്ള കല്യാണം മറ്റേതാ മറിച്ചത്. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ ഈ 9 അനാവശ്യമായ വയസ്സിലും 6 വർത്തമാനത്തിലേക്ക് വയസ്സിലൊക്കെ? നിങ്ങൾ വലിച്ചുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ മടിയൊന്നുമില്ല വന്ന് പറയാൻ. ഓക്കെ. ഈ 9 വയസ്സ് ഒരു ആയിഷ കല്യാണം എവിടുന്നാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് മുഹമ്മദ് പറയുമ്പത്തിന് കല്യാണം കയറി വരുന്നത് നിങ്ങൾ തലയിലിട്ട്? എന്തോ മുഹമ്മദ് നബി എന്ന് പറയുമ്പത്തിന് ഒന്നാമത് കല്യാണം എന്ന് ആരാ പറയുന്നത്? നിങ്ങളാ പറയുന്നത്. അപ്പൊ നമ്മളെ കല്യാണത്തിന്റെ കഥ പറഞ്ഞ ഇപ്പൊ ഞാനാണോ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളുടെ നിങ്ങളാ പറഞ്ഞ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഓരോ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്. ഏതാണ്? ഞാൻ ഒരു മിനിറ്റ് ഞാൻ എടുത്ത് കേൾപ്പിക്കാം. എടുക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. കോളൊന്നും കട്ട് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യൂ. ഇതേപോലെ നിങ്ങളെ പോലെ ഫ്രോഡുകളുടെ വീഡിയോസിനൊക്കെ ഫ്രോഡ് എന്നൊക്കെ പറയുമ്പോ മാന്യമായിട്ട് സംസാരിച്ചാലും മാന്യമായിട്ട് സംസാരിക്കും. എത്ര വരെയും സംസാരിക്കും. ഫ്രോഡ് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാ? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച ഒരു ഫ്രോഡത്തരം പറ. അതന്നെ നിങ്ങൾ കട്ട് ചെയ്യും. ഞാനത് വിളിക്കാൻ. കട്ട് ചെയ്യണ്ട. എന്തിനാ കട്ട് ചെയ്യുന്ന? എടുക്ക്, വീഡിയോ എടുക്ക്. വീഡിയോ എടുക്ക്. ആരിഷം വരുന്നതിന് കാര്യമൊന്നുമില്ല. സ്വന്തം വീട്ടിലുള്ള ആളുകളെക്കാളും ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും കെട്ടിയവനേക്കാളും മുഹമ്മദ് നബിനെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ പ്രേമിക്കാം. അതിന് നമ്മളെ വെക്കിട്ട് കയറരുത്. ഓക്കെ. അത് വിശ്വാസമാണ്. വിശ്വാസമാണ്. പ്രേമായാലും സ്നേഹമായാലും. ഇനിയിപ്പോ പ്രേമം സ്നേഹമായി, സോറി, പ്രേമം എന്നുള്ളത് മാറ്റി സോറി സ്നേഹം എന്ന് വെച്ചു. അത് അബദ്ധം പറ്റിയതാ, വിട്ടേക്ക്. ഞാൻ വിളിക്കാം തന്നെ. എങ്ങോട്ട്? തന്നെ പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇല്ലാത്ത വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് സംസാരിച്ചാൽ മാന്യമായിട്ട് സംസാരിക്കും. അത് ഒരാളെ വിളിക്കുമ്പോ, ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോ മിനിമം അയാളോട് എന്താ സംസാരിക്കേണ്ടതെന്നെങ്കിലും ധാരണ വേണം. വെറുതെ ചീത്ത വിളിക്കരുത്. പിന്നെ താൻ എന്തിനാ എന്നെ വിളിച്ചത്? തന്റെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ട്. അയ്യോടാ, മനസ്സില്ല. മനസ്സില്ലെങ്കിൽ താൻ ആ പൈസ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക. എന്താണോ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. നിങ്ങൾക്ക് വീട്ടിലേക്ക് അരി സാധനം മേടിച്ച് അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം. ചാരിറ്റി ചെയ്യാം. പക്ഷെ താൻ അയക്കണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് പൈസയാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു. ജനങ്ങൾക്ക് എത്ര സമയം കൊണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചു തരും? അയ്യോ, തന്നെ പോലത്തെ ഫ്രോഡുകൾക്കൊക്കെ അങ്ങോട്ട് ഇപ്പൊ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരലല്ലേ എന്റെ പണി. എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക്. എവിടെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്ക്. ഹലോ, ഞാൻ ഏത് വീഡിയോയുടെ അടിസ്ഥാനത്തിലാ പറഞ്ഞെന്നുള്ളത് എന്റെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അതായിട്ട് നോക്ക്. നിങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി. താൻ എടാ പോടാ വർത്താനം ഡയലോഗൊന്നും വേണ്ട. താനെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ നാട്ടില് മര്യാദയായിട്ട് പറയുന്ന ഭാഷയാണ്. ആണോ? നിങ്ങൾ ഏത് നാടാ? ഒരു പരിചയമില്ലാത്ത ഒരാളെ കയറി താൻ വിളിക്കുന്നത് ഏത് നാടാണ്? നിങ്ങളെന്ന് പറഞ്ഞാൽ മര്യാദയില്ലെന്നാണ് എന്റെ നാട്ടില്. നിങ്ങളെന്നൊക്കെ താന്ന് പറഞ്ഞാൽ മര്യാദയുള്ള ഭാഷയാണ്. അല്ലാണ്ട് പിന്നെ സാറിന് വിളിക്കണോ? സാറിന് വിളിക്കാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ലല്ലോ. സാറിന് ക്വാളിറ്റി ഉള്ളവരെ വിളിക്കുന്ന സാധനം അല്ല അത്. സാറിന് വിളിക്കരുത് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് കേട്ടിട്ടില്ല? സാർ ആരെന്നും വിളിക്കാൻ പാടില്ല. ആരെയും സാറിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. മാന്യമായിട്ടൊരു പേരുണ്ടല്ലോ. അല്ലെങ്കിൽ എന്നോടാണല്ലോ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലാവും ഏത് നമ്പറിലേക്കാണ് അയച്ചത്. അല്ല, എനിക്ക് എന്റെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല പെട്ടെന്ന്. എന്താണ് പ്രശ്നം? ഈ വീഡിയോയിൽ എന്താ പ്രശ്നം? ആരുടെ വീഡിയോ ആണ്? അല്ല, തനിക്ക് താൻ അയച്ചു തന്നെ വീഡിയോ. ഞാൻ തന്റെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങോട്ട് അയച്ചെന്ന വീഡിയോയോ? താൻ ഇങ്ങോട്ട് അയച്ചെന്നല്ല, താൻ ചെയ്ത വീഡിയോ. നിങ്ങൾ ചെയ്ത വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ചത്. ഇത് കേക്ക് 6 വയസ്സിലാണെങ്കിലും 9 വയസ്സിലാണെങ്കിലും ഇതൊക്കെ ഹദീസുകളാണ്. ഒടുവിൽ കുറ്റസമ്മതം. വൈവാഹിക ജീവിതത്തിൽ മുഹമ്മദ് നബി മാതൃകയല്ല. ഇതിലെന്താ പ്രശ്നം? ഇതിലൊക്കെ തനിക്ക് ഉറപ്പുണ്ടോ? അതായത് താൻ വായിച്ച ഹദീസുകൾ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം എന്ന മതത്തിൽ ഉസ്താഖുമാർക്ക് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനിക്കൂ. ഒരു വിവരം ഇപ്പൊ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു? നിങ്ങളല്ല ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ആണ്. അപ്പൊ അത് എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ? അതോ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണോ? നിങ്ങൾ ഇതാദ്യം അങ്ങോട്ട് കേക്ക്. ഇസ്ലാം എന്ന മതത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവം കഴിഞ്ഞാൽ നബിക്കും നബിയുടെ കുടുംബത്തിനുമാണ് സ്ഥാനം. അതല്ലാണ്ട് ഈ കാണുന്ന ഉസ്താക്കന്മാർക്കല്ല. നിങ്ങളെ പോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ ഉസ്താക്കന്മാരാണേലും പ്രാസംഗികരാണേലും യൂട്യൂബിൽ കൂടെ വീഡിയോസ് ചെയ്യുന്നവരാണേലും വിമർശകരാണേലും എല്ലാവരും. അപ്പൊ ഇവര് പറയുന്നത് ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കണ ആളാവണം.
അതിനുവേണ്ടി അവരെന്തും പറയും. ഇവിടെ മതമെന്നോ അല്ലെ ദൈവഭക്തിന്നോ അല്ലെ പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണെന്നാണോ വിചാരിക്കുന്നത് നിങ്ങള്? പൈസ ഉണ്ടാക്കാൻ തെറ്റില്ല, അതിന് വേറെ പണിക്ക് പൊക്കോണം, അല്ലാണ്ട് മതത്തെ വേറെ വിട്ടിട്ടല്ല പണിയൊക്കെ പൈസ ഉണ്ട്. നമ്മള് ഉണ്ടാക്കുന്നത്. വേറെ എന്ത് പണിയാണ് വേറെ എടുക്കേണ്ടത്? പണിയൊക്കെ നിങ്ങളൊക്കെ ചെയ്യും, നിങ്ങളൊക്കെ ചെയ്യും. എന്ത് വൃത്തികെട്ട പണിക്കും പോയി ഉണ്ടാക്കും പൈസ, അതുകൊണ്ട് തന്നെ കുടുംബത്തെ നോക്കെ നോക്കുകയും ചെയ്യും. ഒരു സ്ത്രീ അതാണ് ആണെന്നുള്ളത് നിങ്ങളൊക്കെ കൊണ്ട് വീഡിയോസിലൂടെ മാന്യമായിട്ട് മനസ്സിലാക്കാൻ സംസാരിക്കുന്നത് ബലഹീനതയായിട്ട് കരുതരുത് മാന്യമായിട്ട് എങ്ങനെയാ കേട്ടോ. സംസാരിക്കാൻ പറ്റുക? നബിയെ കുറിച്ച് ഇനി ഞാൻ ഇല്ലാത്തത് അങ്ങോട്ട് മാന്യമായിട്ട് ഉണ്ടാക്കി സംസാരിക്കുന്നത് പൈസ ചെയ്യുന്ന ബലഹീനതയാണെന്ന് ആൾക്കാരോട് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അല്ല, മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും. നല്ല വീഡിയോസ് നിങ്ങൾ ചെയ്യും. ഈ വീഡിയോ ഇപ്പൊ എനിക്ക് അയച്ചു തന്ന വീഡിയോയിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? പരാതി എന്താ? അല്ല, നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഈ കണ്ട ആൾക്കാർ ഞാൻ ഏത് പറഞ്ഞതിനെ കുറിച്ചാണ് തെളിവ് ഞാൻ തരാന്നേ. നിങ്ങള് കണ്ട ആൾക്കാര് വീഡിയോസ് ചെയ്യും. കണ്ട ആൾക്കാരുടെ വീഡിയോകൾക്ക് ഞാൻ കണ്ടത് മറുപടിയല്ല പറയുന്നത്, തെളിവുള്ള മറുപടിയാ പറയണേ. നിങ്ങളുടെ ഇതിലെ ആക്ഷേപം എന്താണ്? വൈവാഹിക ജീവിതത്തിൽ മുഹമ്മദ് നബി മാതൃകയല്ല, ഒടുവിൽ കുറ്റസമ്മതം. വൈവാഹിക ജീവിതത്തിൽ മുഹമ്മദ് നബി മാതൃകയല്ല. മുഹമ്മദ് നബി വൈവാഹിക ജീവിതത്തിൽ മാതൃകയാണോ? വളർത്തുദോഷമാണ് ഇതൊക്കെ. നിങ്ങളോടല്ല പറയണ്ട. നിങ്ങളുടെ വീട്ടുകാരിങ്ങനെ പൈസയ്ക്കും ഈ ആൾക്കാരുടെ മുന്നിലൊന്നും റെസ്പെക്ട് ഒന്നും കിട്ടാണ്ട് വളർന്നായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളും ഒക്കെ. അപ്പൊ എങ്ങനെയും ആൾക്കാരുടെ മുന്നിൽ ആളാവണം, കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചതോടുകൂടി മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളാണ് മാന്യമല്ലാത്ത രീതിയിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചു തന്നു. ആ വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ലിങ്കിന്റെ ടൈറ്റിലാണ് ഞാനിപ്പോ പറയുന്നത്. ഒടുവിൽ കുറ്റസമ്മതം, വൈവാഹിക ജീവിതത്തിൽ മുഹമ്മദ് നബി മാതൃകയല്ല എന്ന് ജാബിർ അമാനിയാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കാലോ. മുഹമ്മദ് നബി വൈവാഹിക ജീവിതത്തിൽ മുസ്ലിമിന് മാതൃകയല്ല, എന്താണ് സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? മുഹമ്മദ് നബി വൈവാഹിക ജീവിതത്തിൽ മുസ്ലിമായ മറ്റൊരു പുരുഷന് മാതൃകയല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് വാദമുണ്ടോ മറിച്ച് മാതൃകയാണ്, എല്ലാ പുരുഷന്മാർക്കും മാതൃകയാക്കാവുന്ന ജീവിതം ജീവിച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരമില്ല, വെറുതെ തെറി പറയാൻ വേണ്ടി മാത്രം വിളിച്ചാണോ? മുഹമ്മദ് നബി മുഹമ്മദ് നബി ഏതൊരു മുസ്ലിം പുരുഷനും ഉത്തമമായ മാതൃകയാണ് വൈവാഹിക ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോന്നാണ് ചോദ്യം. വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളുകളിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകയാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാ. അതിന് തെളിവാണ് തരാം. എത്ര തെളിവ് വേണം? 33 നിങ്ങൾ ഇതൊക്കെ എടുക്കണ്ട. ഖുർആൻ 33:50 എടുക്ക്. ഖുർആൻ 33:50 എടുക്കൂ. സഹോദരി മുഹമ്മദ് നബി അങ്ങനത്തെ ജീവിതം ജീവിച്ചതിന് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ അതും പൊക്കി പിടിച്ചു വന്നിട്ട് നമുക്ക് മാർക്കിടാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രതികരിക്കും. മുഹമ്മദ് നബി പുരുഷന്മാർക്ക് വൈവാഹിക ജീവിതത്തിൽ മാതൃകയാണോ? ആണോ? മുഹമ്മദ് നബിയെ പോലെയുള്ള ഫ്രോഡുകളെ പൊക്കി പിടിച്ച് നടക്കുന്നത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കിത്. പുരുഷന്മാർക്ക് മാതൃകയാക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് 33:50 എടുത്ത് വായിക്കൂ. ഖുർആനിലെ 33-ാമത്തെ അധ്യായം 50-ാമത്തെ വചനം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. വായിച്ചു തരണോ? മുഹമ്മദ് നബിയുടെ ലൈംഗിക ജീവിതവും ദാമ്പത്യ ജീവിതവും വൈവാഹിക ജീവിതവും മുസ്ലിം പുരുഷന്മാർക്ക് മാതൃകയാക്കാൻ കഴിയില്ല. നീ ആദ്യം പോയി നബിയുടെ യഥാർത്ഥ ചരിത്രം പഠിച്ചു. മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ചരിത്രമല്ല, ഞാൻ ഖുർആൻ എന്ന് പറഞ്ഞുതരാം. ഖുർആൻ എന്നാണ് പറഞ്ഞുതരുന്നത്. 33:50 എടുക്ക്. ഖുർആൻ ഉണ്ടോ കയ്യില്? ഖുർആൻ ഉണ്ടോ കയ്യിൽ? ഖുർആൻ ഉണ്ടോ കയ്യിൽ? ഖുർആൻ ഉണ്ടോ? ഖുർആൻ ഉണ്ടോ കയ്യില്? കള്ളത്തരത്തിന് പിൻബലം ഖുർആനില് കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിനെ കുറിച്ച് ഖുർആൻ കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താന്ന് ചിലപ്പോ ദൈവത്തിന് പോലും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. നബിയുടെ അത്രയും ആശ്രയത്വമില്ലാത്തൊരു ദൈവത്തിന്റെ പിന്നാലെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കും. ദൈവത്തിന് കാരണം നിന്നെ പോലുള്ള പിശാചുക്കൾ വാഴുന്ന ഈ ലോകത്ത്, പിശാചുക്കളുടെ ലോകത്ത് തോറ്റുപോകുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫുട്ബോൾ 33:50 നിങ്ങൾ വിഷയം മാറ്റി പോകല്ലേ? ഇങ്ങനെ എന്നോട് ആക്രോശിച്ച പലരും പിന്നെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബിയെ മാതൃകയാക്കിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും, ഇപ്പൊ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എടുക്കണ്ട, നിങ്ങളുടെ ഹസ്ബൻഡ് മുഹമ്മദ് നബിയുടെ വൈവാഹിക ജീവിതം മാതൃകയാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമാണ്. 12 ഭാര്യമാര് വരെ ആയാലും ഒരു കുഴപ്പമില്ല. എനിക്കൊരു
മോളാ ഉള്ളത്. എന്റെ മോൾക്ക് നബിയെ പോലത്തെ നബിയുടെ നിങ്ങൾ വായിച്ച കഥകളുള്ള നബിയല്ല. മക്കളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മക്കളെ കുറിച്ച് എന്റെ മോളെ കുറിച്ച് എനിക്ക് പറയാൻ കുഴപ്പമില്ല. നിങ്ങൾ കേട്ട കഥകളിലെ കെട്ടുകഥകളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, കെട്ടുകഥകളിൽ ആരെ പറ്റിയാണ് മുഹമ്മദ് നബിയോട് അള്ളാഹു ഖുർആനിൽ പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന. ഞാൻ ഖുർആൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ മറ്റുള്ള മൂല്യമാര് പറയണല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഗൾഫിലല്ലേ, നിങ്ങൾക്ക് അറബി അറിയാലോ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന വമാ മലകത് യമീനുക. എന്നതിന്റെ അർത്ഥം? എനിക്ക് അറബിയുടെ അർത്ഥം എന്ന് പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ വായിക്കുന്നത് മൂല്യമാരെ വയലൊന്നല്ല, ഖുർആനാണ് കേട്ടോ, ഖുർആനാണ്. ഖുർആനിൽ അള്ളാഹു മുഹമ്മദ് നബിയോട് പറയാണ്, നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ നബിയുടെ ചരിത്രം പഠിക്കാൻ നിങ്ങളോട് കുറച്ചു മുന്നേ ഖുർആനിലാണ് ഞാൻ വായിച്ചു തരുന്നത്. ഖുർആനിനേക്കാളും വലിയ തെളിവുണ്ടോ നിങ്ങൾക്ക്? അതേതാ? അതല്ല നിങ്ങൾക്ക് എന്ത് കള്ളവും പറയാം. അതിനാണ് നിങ്ങൾ ഞാൻ അതാ പറയുന്നത്. നിങ്ങൾ 33-50 ഖുർആൻ എടുക്കൂ. വീട്ടില് റസ്മുൽ ഉസ്മാനി ഇല്ലേ കയ്യില്? നിങ്ങളോട് ഞാൻ എന്താ നിങ്ങൾക്ക് ഖുർആൻ കയ്യിലുണ്ടോ? നിങ്ങൾ ഒരു കാര്യത്തിനും പ്രതികരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം ഇത് സംഭവം നല്ലതല്ലാന്ന്. നിങ്ങളോട് ഞാനിപ്പോ എന്താ നിങ്ങളോട് കുറച്ചു മുന്നേ പറഞ്ഞ, നിങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് തരാവോ? അത് കേട്ടിട്ട് താൻ ഇങ്ങോട്ട് വർത്തമാനം പറ. നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക്, ഞാൻ ഫ്രോഡൊന്നും പറയുന്നില്ല, നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് എന്ത് ഹദീസിന്റെ കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലും വീഡിയോ ചെയ്യാം. ഇനി ഖുർആൻ കാരണം ഒരു മിനിറ്റ് തരാൻ ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഖുർആനിലെ വചനങ്ങള് പല രീതിയിലും വളച്ചൊടിച്ച് പല രീതിയിലും വ്യാഖ്യാനിച്ച് അല്ലെ പല രീതിയിലും നിങ്ങൾക്ക് അത് വെച്ച് വീഡിയോ ചെയ്യാം. എന്ത് വേണോ നബി അപമാനിക്കാം. എല്ലാത്തിനുള്ള ഫ്രീഡം നിങ്ങൾക്കൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ലോകം ഭരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ഉണ്ട്. അത് സംബന്ധിച്ച് നബിയെ കുറിച്ചുള്ള യഥാർത്ഥ താൻ ഒരു മിനിറ്റ് എനിക്ക് തരാൻ പറഞ്ഞു. നബിയുടെ യഥാർത്ഥ ചരിത്രം പറയാനായിട്ട് ഇപ്പൊ ഞാൻ വരികയാണെന്ന് വെച്ചോ, വീഡിയോ ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. പിന്നെ എന്റെ അവസ്ഥ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ പേടിച്ചാൽ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് പറയുന്നത് മാന്യമായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് നബിയുടെ ചരിത്രം ഇനിയും നിങ്ങൾ വൈകിട്ടില്ല. നബിയുടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നിങ്ങൾ നബിയുടെ ചരിത്രം യഥാർത്ഥത്തിലുള്ള ചരിത്രം കണ്ടുപിടിച്ച് ലോകത്തിന് മുന്നോട്ട് എത്തിക്കുക. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട്. ഒരു മിനിറ്റ് കൂടെ എനിക്ക് തന്നേക്കാം. അത് വേറൊന്നുമല്ല. നമുക്കിപ്പോ മലയാളം ടെക്സ്റ്റ് ഏതെങ്കിലും ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിലുള്ള എല്ലാ പേജസും, ഒരു ബുക്കിൽ ഒരു 100 പേജ് ഉണ്ടെന്ന് വെച്ചാൽ ആ 100 പേജും കീറുക. ഓരോ പേജസ് വെച്ച് ഇങ്ങനെ കീറിയിട്ട് എല്ലാം ഇങ്ങനെ ഷഫിൾ ചെയ്യുക. എല്ലാം കൂടെ ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് പേജൊന്നും നമുക്ക് ഉറപ്പില്ല. എന്നിട്ട് 1ാമത്തെ പേജ് കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ പേജ് വയ്ക്കുക. 10ാമത്തെ പേജ് കഴിഞ്ഞിട്ട് ഒരു 18ാമത്തെ പേജ് വയ്ക്കുക. 18ാമത്തെ കഴിഞ്ഞിട്ട് 28. അങ്ങനെ എല്ലാം ഡിസോർഡർ ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ആ യഥാർത്ഥ ഓദർ ഉണ്ടാക്കിയ ബുക്കും നമ്മളിപ്പം രണ്ടാമത് എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് മുറച്ച് ഉണ്ടാക്കി കെട്ടി ബൈൻഡ് ചെയ്ത് വെച്ച ബുക്കും തമ്മിൽ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. അതാണ് ഇപ്പൊ ഖുർആന്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം നബി പലരുടെയും വിശ്വാസമാണ് നബിയുടെ കാലത്ത് അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ഈ മേലെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് ഖുർആൻ എന്നുള്ള വിശ്വാസമുള്ള വിഡ്ഢികൾ പോലും മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്കുണ്ട്. അതേപോലെ തന്നെ അപ്പൊ അങ്ങനെയല്ലേ ഖുർആന് സ്വർഗത്തിൽ ഇങ്ങോട്ട് ഇപ്പൊ ഇറക്കിയതാണ്. അതായത് ഇങ്ങനെ ഖുർആൻ എന്നുള്ള ഒരു ബുക്ക് രൂപേണ ഇങ്ങോട്ട് ഇറക്കിയെന്നാണ് പൊതുജനത്തിന്റെ ഒരു തെറ്റിദ്ധാരണ. ഈ ഒരു അടുത്ത് വരെ പോലും പലർക്കും പറ്റുന്നില്ല. അതായത് പൊതുജനം വിശ്വസിച്ചുകൊണ്ടിരുന്നതല്ലേ പലരും വിശ്വസിക്കുന്നതും. എനിക്കത് പുതിയ അറിവാണ്. മുഹമ്മദ് നബിക്ക് അള്ളാഹു ജിബ്രീൽ വഴി കൊടുത്തതല്ല ഖുർആൻ എന്നാണോ നിങ്ങളെ വാദം? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഖുർആൻ എന്നുള്ള ആ ഒരു ബുക്ക് അങ്ങനത്തെ രീതിയിൽ, അതായത് നമ്മുടെ കയ്യിൽ ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഇപ്പം മേലെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയെന്നുള്ള രീതിയിലാണ് പലരും വിശ്വസിച്ചല്ലേ ആ ഒരു രീതിയിലാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം കഴിഞ്ഞ് ഒരുപാട് ഭരണാധികാരികൾ, ഇസ്ലാമിന്റെ തന്നെ പല ഭരണാധികാരികളുടെയും ഇങ്ങനെ ആ ഒരു ഭരണം കഴിഞ്ഞ് ഒരുപാട് കൈകൾ മറിഞ്ഞ് നമ്മുടെ കൈകളിരിക്കുന്ന സാധനമാണ്. ഇതിൽ എന്തൊക്കെ മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങളാണ്, ആ വചനങ്ങളാണ്. അത് ഖുർആനിൽ വചനങ്ങൾ മാറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ?
വചനങ്ങളൊന്നും മാറിയിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ബുക്ക് ഇപ്പൊ അതില് ഒരു 100 പേജുള്ള ബുക്ക്, അത് എല്ലാം ഒരാൾ ഉദ്ദേശിച്ച്, ഇപ്പൊ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ട് അതെല്ലാം കൂടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി 10ാമത്തെ പേജ് കഴിഞ്ഞ് 50ാമത്തെ പേജ് എടുത്ത് വെച്ച് കഴിഞ്ഞ് അങ്ങനെ എല്ലാം തെറ്റിച്ച് എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അവിടുന്ന് ഇവിടുന്നും അങ്ങനെ കറക്റ്റ് ഓർഡറിലല്ലാതെ സമാഹരിച്ചു എന്നാണോ നിങ്ങളെ പ്രശ്നം? അതെല്ലാം ഞാൻ പറഞ്ഞത്. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഈ ഖുർആനിൽ, ഇവിടെ ഇപ്പൊ ഇസ്ലാം എന്ന മതത്തിലെ പ്രസക്തി ദൈവം കഴിഞ്ഞാൽ ദൈവദൂതനും നബിയുടെ കുടുംബത്തിനുമാണ്. അതിനുശേഷമുള്ള ഖുർആന്, അതിന് യാതൊരു അതൊക്കെ തെറ്റാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയില്ല. മുഹമ്മദ് നബി അള്ളാഹു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആന്. ഖുർആൻ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പൊ നമ്മളോട് പറഞ്ഞ വചനങ്ങളാണോ അത്? ഏത് നബിയോട്? ഇപ്പൊ നബിയോട് പറഞ്ഞതല്ല. അല്ല. മുഹമ്മദ് നബിയിലൂടെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്ക് ഉത്ബോധനമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു കൊടുത്താണ്. അല്ല, ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് 1 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തന്നെ വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. അതെ, നിങ്ങൾ 1 മിനിറ്റ് എനിക്ക് തരാൻ പറ്റുമോ? ഇപ്പൊ ദൈവത്തിന് മുന്നേ ഒരുപാട് കഴിയുമ്പോൾ നമുക്ക് എത്ര വേണേലും സംസാരിക്കാം, കുഴപ്പമില്ല. അല്ല, എനിക്ക് അങ്ങനെ നിങ്ങളോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളും അല്ല ഞാൻ. ഇത് കേട്ടോ, വേറൊന്നുമല്ല. ഇതിപ്പോ നിങ്ങളോട് ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിപ്പോ വേറൊരാള് നിന്നിട്ട് എല്ലാം അത് എഴുതിയെടുക്കുന്നു. അതിനുശേഷം അയാളെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വരിയും അതിനുശേഷമുള്ളതെല്ലാം കൂടെ അയാളുടെ ഇഷ്ടത്തിന് പല സ്ഥലത്തായിട്ട്, ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞു, പിന്നെ 8ാമത് എഴുതി, 10ാമത്തെ, അങ്ങനെ ഓരോ രീതിയിൽ അവരങ്ങനെ എഴുതി വെച്ചു. അതെല്ലാം കൂടെ വെച്ചിട്ട് പറയണേ ഞാൻ ഇതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ ഞാൻ ഇതാ പറഞ്ഞതെന്ന്? അതേപോലെ തന്നെയാണ് നിങ്ങളെ പോലെ തന്നെ പലരും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെ പൊതുജനങ്ങളെ അറിയപ്പെടുന്ന പണ്ഡിതരും പ്രാസംഗികരൊക്കെ ഉണ്ട്. ഇവരും കടന്ന് ഖുർആനെ വല്ലാതെ മോശമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അവര് പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ കൂടെയാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ അർത്ഥം ആ ഒരു വ്യാഖ്യാനം ആവണമെന്നില്ല. അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു പോകണം. അല്ല, ഞാൻ പറയാം നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ എന്നെ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇത് കേട്ടോ, ഇതിപ്പം ഈ പലതിന്റെയും സംശയം തോന്നിയാൽ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ പറയണത് ശരിയാണെന്ന് എങ്ങനെ വിശ്വസിക്കും? അല്ല, ഇതിപ്പോ ഖുർആനിലെ മൊത്തം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അറബി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. മലയാളം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ തർജ്ജിമയാണ് ഫോളോ ചെയ്യാറ്, അല്ലാണ്ട് എനിക്ക് അറബിയുടെ അർത്ഥം അറിയത്തില്ല. ഞാൻ എന്റെ മാതൃഭാഷ മലയാളമാണ്, അല്ലാണ്ട് അറബിയല്ല. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെ നമ്മുടെ ഐഡിയോളജി എന്താന്ന് വെച്ചാൽ, ഈ മുസ്ലിം അറബി പഠിച്ചു, അല്ലെ ഖുർആൻ കാണാതെ പഠിച്ചു, അപ്പൊ തന്നെ അങ്ങോട്ട് പരലോകത്തോടൊന്ന് ഒരു വിശ്വാസം, സ്വർഗത്തിലോടൊന്നൊരു വിശ്വാസമാണ്. എന്താണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പഠിക്കണം. എന്താണ് നബി എന്തായിരുന്നു ചെയ്ത് പോയത്, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഞാൻ വിളിച്ചതും, അല്ലെ ഇതിനെ കുറിച്ചൊരു പ്രതിഷേധം എനിക്കല്ലേ ഒരു എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങളിപ്പോ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ സംശയം തന്നെ നിങ്ങൾ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന തരം വർത്താനാ പറഞ്ഞത്. അതൊക്കെ ഞാനും ദൈവം തമ്മിൽ നോക്കിക്കോളാം. മുർത്തതാണ് വർത്തനം. അതായത് ഖുർആനിന്റെ ക്രോഡീകരണത്തിലൊക്കെ സംശയം ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമാണത്. ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇസ്ലാം എന്ന മതത്തില് ഇത് കേൾക്ക്, ഇസ്ലാം എന്ന മതത്തില് ദൈവത്തിനും ദൈവദൂതനും അതിനുശേഷം നബിയുടെ കുടുംബത്തിനുമാണ് സ്ഥാനം. അതിനുശേഷമാണ് ദൈവവചനം. അത് ഖുർആന് സ്ഥാനമുള്ളൂ നമ്മൾ പറയണേ. നിങ്ങൾ ആദ്യം അങ്ങോട്ട് കേക്ക്. അതാണ് ചോദിക്കണേ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ കുടുംബം കഴിഞ്ഞിട്ടാണോ ഇതിന് പ്രാധാന്യമുള്ളൂ? നബിയുടെ കുടുംബം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന അവിടെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ നബിയുടെ കുടുംബമായിട്ടൊക്കെ നിങ്ങൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ നബിയുടെ കുടുംബം എന്താണെന്ന് അന്വേഷിക്കണം, നബിയുടെ ചരിത്രം എന്താണെന്ന് അന്വേഷിക്കണം. നബി സഞ്ചരിച്ച പാത, അല്ലെ നബി അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടി എന്താണ് ചെയ്തത്, അല്ലെ നബിയുടെ യഥാർത്ഥ പ്രവൃത്തി എന്തായിരുന്നു, നബി എന്തിനെതിരെയായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്, നബി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം വേണം ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക്. നബിയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നബിയുടെ കാലം മുതൽ തുടങ്ങിയതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആള് മുആവിയും ബുഖാരിയൊക്കെയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കോ? ഇതൊക്കെ ആരാന്നുള്ളത് ചരിത്രത്തിൽ ഇപ്പോഴും അന്വേഷിക്കണം. നബിയുടെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ഇതൊക്കെ അറിയുമ്പോ നിങ്ങൾക്ക് മുആവിയനെയും ബുഖാരിനെയൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെയാണോ ഈ മുഹമ്മദ് നബിനെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട കഥകളൊക്കെ എഴുതി വെച്ചത്?
അല്ല അപ്പൊ നിങ്ങൾക്ക് ചരിത്രമൊക്കെ അറിയാം, അത്യാവശ്യമൊക്കെ അറിയാം. അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. അറിയാവുന്ന സ്ഥിതിക്ക് അപ്പൊ നിങ്ങളുടെ മനഃപൂർവ്വം, അല്ലാണ്ട് അറിവില്ലായ്മയല്ല. നബിയുടെ ശത്രുപക്ഷത്ത് നിന്നവരാണ് ഇവരെന്നൊക്കെ അറിയാം. എന്നിട്ട് അറിവില്ലായ്മയല്ല അതിന്റെ നിങ്ങളിത് മനഃപൂർവ്വം അപമാനിക്കാനുള്ള തരത്തിലാണ് താങ്കൾ വീഡിയോ ചെയ്യുന്നത്. ചരിത്രം അറിയാം, ഇസ്ലാമിന്റെ ചരിത്രം അറിയാം. ഇസ്ലാമിന്റെ ചരിത്രം അറിഞ്ഞിട്ട് മനഃപൂർവ്വം അപമാനിക്കാൻ നോക്കുക. എന്താണ് ഞാൻ പറഞ്ഞതിൽ അപമാനം? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പരിഭാഷ വെച്ചിട്ട് മുആവിയ നബിയുടെ ശത്രുപക്ഷത്തായിരുന്നോ അതോ നബിയുടെ ഒരു സഹാബിയായിട്ട് അനുയായിട്ടാണോ അല്ലെങ്കിൽ ഒരു സഹായിയായിട്ടാണോ നിന്നത്? മുഹമ്മദ് നബി ആദ്യം അബൂ സുഫിയാൻ വരെ മുഹമ്മദ് നബിന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അബൂ സുഫിയാനും അതേപോലെ തന്നെ മുആവിയയും അവരുടെ മക്കളൊക്കെ, ഞാൻ പേരൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, മർവാൻ, യസീദ് ഒക്കെ, ഇവരൊക്കെ നബിയുടെ ശത്രുപക്ഷത്തായിരുന്നോ അതോ നബിയുടെ അനുയായികള്? അൻഹൂന്ന് നിങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ ഇത് ഇസ്ലാമിക ലോകത്തെ എല്ലാരും പറയണല്ലേ. ഞാനിട്ട് ചാടുകയാണ്. നിങ്ങൾ ഇത് ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കലഹത്തിന്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോ എന്റെ പണി ഞാൻ തന്നെ ഇരുന്ന് വാങ്ങി. എന്റെ നാവിന് എന്തൊക്കെ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതൊക്കെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞതറിയോ, നമ്മൾ ഇങ്ങനത്തെ എന്താ പ്രശ്നം അറിയോ, ഞാൻ ഇങ്ങനെയുള്ള എല്ലാത്തരം ആളുകളുമായിട്ടും അപമാനിക്കാണ്. അങ്ങനെയുള്ള അപമാനം ഞാൻ മുഹമ്മദ് നബി അപമാനിക്കല്ല ചെയ്യുന്നത്. നബിയുടെ യഥാർത്ഥ ചിത്രം പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കും എന്റെ കുടുംബത്തിനോ സേഫ്റ്റി തരാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഈ സേഫ്റ്റി ആരിൽ നിന്നാണ് വേണ്ടത്? ആരിൽ നിന്ന്? ഈ രോഗം നിങ്ങൾക്ക് പൊട്ടക്കുളം, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, പൊട്ടക്കുളത്തിലെ തവള വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്. ഇപ്പൊ ഞാൻ കേരളത്തിൽ ഇരുന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു, നിങ്ങൾക്ക് പോലും എന്നോട് അരിശം തോന്നാവുന്ന തരത്തിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നു, നിങ്ങൾ എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ വിദേശത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ മീൻസ് പിന്നെ റെസ്പെക്ട് ഇല്ലാതെ പറയുന്നതല്ല, നിങ്ങളൊരു വനിതയാണ്, നിങ്ങൾ സ്ഥലത്തില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തില് ഞാൻ ഇവിടെ നിൽക്കുമ്പോ പല കൈവെട്ടുകളും പല ആളുകളെ ആക്രമിക്കലൊക്കെ ചെയ്ത പല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ പലരും പല സംഘടനകളും ഉള്ളിടത്ത് ഞാൻ ഈ വിമർശനം എനിക്ക് ബോധ്യമുള്ള കാര്യം പറയുന്നു. അപ്പോൾ എനിക്കില്ലാത്ത ഒരു പേടി നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഇനിയിപ്പം അങ്ങോട്ടൊന്ന് കേട്ടോ, ഒരു മിനിറ്റ് എനിക്ക് തരണം. അതിന്റെ ഇടയ്ക്ക് കയറി വർത്തമാനം പറയരുത്. എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് കയറി വർത്തമാനം പറയുമ്പോൾ മറുപടി പറയാൻ പറ്റത്തില്ല. അതാണ് സംഭവം. ഇപ്പൊ വേറൊന്നുമല്ല, ഇപ്പം കൈവെട്ടും കാലുവെട്ടും ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നു. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് അല്ലെ നബിയെ കുറിച്ച് ഒരുപാട് മോശം പറയുന്ന ആൾക്കാരുണ്ട്, നബിയെ കുറിച്ചും നബിയുടെ കുടുംബത്തെ കുറിച്ചും ഒക്കെ. അപ്പൊ ഇവർക്ക് ആർക്കും ഒന്നും കൈയും കാലും അല്ലെ ഒന്നും വെട്ടുമൊന്നും വേണ്ട. ഇവർക്കെതിരെ ഒന്നും ഒരു പ്രതിഷേധവും ഇല്ല. ഇവർക്കെതിരെയുള്ള ഒരു ബുദ്ധിമുട്ടിനും ഇവർ പോകുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മേലെ ഓരോ സംഘടന എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും തുടങ്ങും, അതിന്റെയൊക്കെ പിന്നാലെ പോയി കുറെ കൂടും. മേലെയുള്ളവർ പറയുന്ന അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലാണ്ട് നബിയോട് ഇഷ്ടമുണ്ടായിട്ടോ അല്ലെ നബിയുടെ കുടുംബത്തോട് ഇഷ്ടമുണ്ടായിട്ടോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പ്രവാചകന്റെ യഥാർത്ഥ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഇത് മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ജനങ്ങൾക്കിടയിൽ പല 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത് മേലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ചെയ്യുന്ന ആൾക്കാർ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്ന അതല്ല. ഞാൻ ചോദിക്കുന്ന മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ചരിത്രം നിങ്ങൾ പറഞ്ഞാല് നിങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കുന്നത് ആരെയാണ്? ആരെയാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ലോകം ഭരിക്കുന്ന നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ലോകം ഭരിക്കുന്നവർ നിങ്ങൾ യഥാർത്ഥം പറയുന്നതിന് എന്തിനാ ആരെ ആക്രമിക്കുന്നത്? അല്ല നിങ്ങൾക്ക് വല്ല ബോധമുണ്ട് ഇപ്പൊ ആരാ ലോകം ഭരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെയൊക്കെ ഇന്ത്യയുടെ വേൾഡ് വൈഡ്. ഇപ്പൊ ഖത്തർ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന നാട്ടിൽ കിടന്ന് വിളിച്ചാലും ഏത് സ്ഥലത്ത് വിളിച്ചാലും നബിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ കുടുംബത്തിന്റെ കാര്യം കഴിഞ്ഞു. അത് ഏത് ഭരണകൂടമാണ്? ശരിയത്ത് ഭരണകൂടത്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. പോരെ, പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? അതായത് വേറെ ഒരു പ്രശ്നമില്ല. എനിക്കിപ്പോ നിങ്ങളോട് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനും പറ്റത്തില്ല. നിങ്ങൾ അവിടെ പറയാൻ പറ്റുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എനിക്ക് ഇവിടെ എന്നല്ല എല്ലാ സ്ഥലവും ഒരേപോലെ തന്നെയാണ്. എല്ലാ സ്ഥലവും ഒരേപോലെ തന്നെ. പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. ഇവിടെ മുസ്തഫ മൗലവിയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവർക്കൊന്നും നിങ്ങളുടെ അത്ര പിന്നെ ശൗര്യമില്ല. എനിക്ക് എല്ലാവരും, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് താൻ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് മറന്നു പോകുന്നു. അതായത് വേറെ ഒന്നുമല്ല, ഏത് നാട്ടിൽ നിന്നാലും കിട്ടേണ്ട പണി കിട്ടും, അത് വേറെ കാര്യം. അത് കൂടാതെ സത്യം വിളിച്ചു പറയാൻ വേണ്ടി വന്നവരുടെ ഒക്കെ അവസ്ഥ, അവരൊക്കെ
ഇതിന് പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതേപോലെ ചേകനൂർ തന്നെ മലയുടെ അവസ്ഥയായിരിക്കും. എന്താണ് പറയാ, പലരുടെയും അവസ്ഥ, അതായത് നബിയെ കുറിച്ചിട്ടുള്ള സത്യം ഈ ലോകം അറിയരുതെന്ന് പലരുടെയും ഉദ്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവര് നബിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം കഥ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് അതിനെ പ്രോത്സാഹിപ്പിക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ, ഈ MM അക്ബറിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് അല്ല, വയല് ഞാൻ പറയുമ്പോ ചോദിക്കട്ടെ, അവര് പറയുന്നതിനോട് പ്രതികരിക്കണ്ടേ? നിങ്ങൾ നിങ്ങള് കുറച്ച് പേര് വന്നിട്ട് ഈ മൂല്യന്മാർക്ക് മറുപടി പറയാൻ തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളുടെ പണി തീരും. ഞാനൊരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പൊ MM അക്ബർ അല്ലെങ്കിൽ മറ്റുള്ള പ്രാസംഗികർ അല്ലെ പണ്ഡിതർ, ഇസ്ലാമിന്റെ പണ്ഡിതരെന്ന് പൊതുജനം വിശ്വസിക്കുന്ന, അല്ല അവരും സ്വയം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെയാണോ പ്രസക്തി അതോ നബിക്കാണോ? എന്റെ ഒരു സൈഡ്, എന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നബിക്കാണ്. ഞാൻ പ്രമാണങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്നു. സാധാരണ മനുഷ്യരാണ് ഇവരൊക്കെ, സാധാരണ മനുഷ്യരാണ് ഇവരൊക്കെ. നമ്മളൊരു ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും സാധാരണ ഒരു വീട്ടു ജോലിക്കാരാണ്. എല്ലാവരും ഇത് ജോലിയാണ് ചെയ്യുന്നത്. അതേപോലെ ഇവർക്കൊരു വരുമാനമാണ്. ഇപ്പം പള്ളിയിൽ ജുമാക്ക് നിസ്കരിക്കുന്ന ഉസ്താദ് അല്ലെങ്കിൽ എന്താ പറയാ ഇമാം, ഇവർക്കൊക്കെ വരുമാനമുണ്ട്. ഇതൊക്കെ ഇവരുടെ ജോലിയാണ്. ആ ഒരു ജോലി ഇതില് പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അതേ മാനസികാവസ്ഥയുള്ള ഒരുപാട് പേരാണ്. ഞാൻ നല്ല സൗഹൃദത്തിലുള്ള ആളാണ്. ഞാൻ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങളുടെ ഒരു ഭാവനയിലുള്ള ഒരു പ്രവാചകനാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് അതിന് പ്രൂഫില്ല. പ്രവാചകന്റെ ജീവിതമായിട്ടും ഞാൻ പറയട്ടെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ കാണുന്നതും കേൾക്കുന്നതും കഥകളിൽ കേട്ടിട്ടുള്ള അതിലുള്ള ഒരു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്ടിലുള്ള നബിയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. നിങ്ങൾ ഒരുപാട് വളരാനുണ്ട്. നിങ്ങൾ പുസ്തകം ഈ ഹദീസിലെ നിങ്ങൾ ഈ പുസ്തകം ഹദീസ് പിന്നെ കുറെ ഖുർആന്റെ കാര്യം കുറച്ച് മുന്നേ പറഞ്ഞു. എല്ലാം ഇങ്ങനെ ഒന്നാമത്തെ കഴിഞ്ഞ 10ാമത്തെ പേജ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടാവുമോ? അത് കൂടാതെ പറയാനുള്ളത് വ്യാഖ്യാനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നബി അലൈഹി സ്വലാം ഉള്ള കാലത്തല്ല ഖുർആൻ നമ്മൾ ഈ കാണുന്നത്. ഈ ഗ്രന്ഥങ്ങളല്ലാതെ നിങ്ങൾക്ക് അവലംബിക്കാവുന്ന സോഴ്സ് എന്താണ്? ഇപ്പൊ നിങ്ങൾ ഞാൻ പറയട്ടെ, ഗ്രന്ഥങ്ങളിലുള്ളതോ ഖുർആനിന്റെ വിശദീകരണത്തിലുള്ളതോ അല്ല യഥാർത്ഥത്തിലുള്ള പ്രവാചകന്റെ ചരിത്രം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവലംബിക്കാൻ കഴിയുന്ന ഗ്രന്ഥം എന്താണ്, അല്ലെങ്കിൽ സോഴ്സ് എന്താണ്? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോ നിങ്ങളെ കുറിച്ച് അറിയണമെന്ന് ആരെങ്കിലും വന്ന് എനിക്കിപ്പോ ഇന്ന ആളെ കുറിച്ച് അറിയണമെന്ന് പറയുമ്പോ ഇന്നൊരു ഗ്രന്ഥം ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയോ? അതോ അല്ല, നിങ്ങൾ പറഞ്ഞോ ഈ 1500 കൊല്ലം മുൻപ് എഴുത്തുകുത്തുകൾക്ക് പോലും ലിമിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ ഒരു യഥാർത്ഥ ചരിത്രത്തിന് നിങ്ങൾ അവലംബിക്കുന്ന സോഴ്സ് എന്താണ്? നിങ്ങൾക്ക് അത് മനസ്സിലാവായിട്ടല്ലോ. നോക്കൂ, ഞാൻ ചോദിക്കുന്നത് 1500 വർഷം മുൻപ് ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിത ചരിത്രത്തിന് നിങ്ങൾ അവലംബിക്കുന്ന സോഴ്സ് എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളത് തന്നോ, ഞാനും വായിക്കാം. നബിയുടെ നിങ്ങൾക്ക് അതൊക്കെ സ്വന്തമായിട്ട് കണ്ടെത്താവുന്നുള്ള, അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിപ്പോ കുറച്ചു മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ അറിവുണ്ട്. എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഇല്ലാ കഥകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാ കഥകളല്ല ഗ്രന്ഥത്തിലുള്ളത് ഏറ്റിക്കൊണ്ട് കൊട്ടയിൽ ഏറ്റിക്കൊണ്ട് നടന്നു വിൽക്കുന്ന സാധനമാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കഥകൾ കിതാബിലുള്ളതായിരിക്കും. മനസ്സിലായി. തൊള്ളവരെ കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലെ? നിങ്ങൾ അത് റെഫർ ചെയ്തപ്പോ എന്തായാലും നബിയുടെ യഥാർത്ഥ ചരിത്രം നിങ്ങളുടെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നിങ്ങൾ ഒരു സോഴ്സ് പറയൂ. നിങ്ങൾ പറയുന്ന നിങ്ങൾ ഇത്രയും വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ടി വന്ന ആ യഥാർത്ഥ സോഴ്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര ശത്രുത ഉണ്ടെന്ന് വെക്കുക. ഞാനിപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു എന്ന് വെക്കുക. അത് കഴിഞ്ഞ് ഞാനിപ്പോ നിങ്ങളോട് നല്ല രീതിയിൽ വന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയോ? ആ കഥയൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മുന്നിലുള്ള ഇസ്ലാമിനെ നമ്മൾ എന്ത് ചെയ്യും അത് പറയും. എന്നെ നിങ്ങൾ വിശ്വസിക്കുകയോ? ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന സംഭവം 2-3 വർഷം മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ കൂടെ നിർത്തുവോ? നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, നബിസ്വലാമിന് ശേഷം ഒരുപാട് യുദ്ധങ്ങൾ വന്നു. ആ കഥകൾ അല്ല ആ ചരിത്രങ്ങൾ പഠിക്കണം. നിങ്ങൾക്കറിയോന്നറിയില്ല, വായിച്ച കഥകളിലെ നിങ്ങൾ ഈ വായിച്ച ഇല്ലാ കഥകളിലെ സ്ത്രീലമ്പടനോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളോ അല്ല വേറെ കാര്യം ചോദിക്കട്ടെ. ഇനി അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്താണ് പറയാ, വേണ്ട. അപ്പൊ ശരി, വേറൊന്നുമില്ല. ഇല്ല അതല്ല, നിങ്ങളിപ്പോ ഇത് പറയാതെ പോവാണ്. അതായത് നിങ്ങൾ അവലംബിക്കുന്ന സോഴ്സ് എന്താണെന്ന് കൂടി പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. ഇല്ല, ഇതിപ്പോ നിങ്ങള്
എന്താണ് പറയാ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണയോടെ നബിയെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നു, അതല്ല എങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം നബി അപമാനിക്കാനുള്ള ഞാൻ തരത്തിൽ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നു. എന്റെ വിമർശനത്തിന്റെ നിങ്ങളൊന്ന് കാരണം ശരി, കൂടി ഒരു പറഞ്ഞുതരാം. കാര്യം ചെയ്തു. എന്റെ ഞാനൊരു വിമർശനത്തിന്റെ കാര്യം കാരണം പറഞ്ഞുതരാം. അല്ല, എന്റെ ഇതും കൂടെ ഒന്ന് വിമർശനത്തിന്റെ കേട്ടിട്ട് കാരണം കേരളത്തിൽ ഞാൻ എന്റെ വലിയതി എന്ന് പറയുന്ന ഫസ്റ്റ് പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദഅവത്ത് പോലെയുള്ള അപകടകരമായിട്ടുള്ള ഈ സാധനം കൊണ്ട് നടക്കുന്ന കാലത്തോളം അവർ പൊക്കിപ്പിടിക്കുന്ന കിതാബുകൾ വായിക്കും. അതിൽ സംശയമൊന്നുമില്ല. നമ്മളെ നാട്ടിലെ മനുഷ്യന്മാര് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രബോധനം, മതപരിവർത്തനം, പ്രചാരണം തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുള്ള കാലം അവർ കൊണ്ടു നടക്കുന്ന ഗ്രന്ഥത്തിലുള്ള അവരുടെ നേതാവിനെ വിമർശിക്കും. അതിന് വേറെ ഓപ്ഷൻ ഇല്ല എന്റെ കയ്യില്. ഇനിയിപ്പോ നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിനേക്കാളും പിന്നെ സ്വാത്വികനായിട്ടുള്ള ഒരു മുഹമ്മദ് നബീനെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരം ആളുകളോട് നമുക്ക് കലഹമില്ല. കുറിച്ച് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാവോ? ആരാ? ശ്രീനാരായണ ഗുരുവിന്. ശ്രീനാരായണ ഗുരു പറഞ്ഞതൊക്കെ നമുക്കറിയാം. എന്താ പറഞ്ഞത്? അതൊന്നും കുഴപ്പമില്ല. എന്താണ് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ, എനിക്ക് പോലും അറിയാത്ത പ്രവാചകന്റെ ചരിത്രം എങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ അറിയാം? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോ എന്താ പറയാ എതിർദിശയിൽ പോകുന്നതിനേക്കാണല്ലോ നബിയുടെ യഥാർത്ഥ ചരിത്രം ഒന്ന് പഠിച്ചിട്ട്. അപ്പൊ അതിനല്ലേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ റെഫറൻസ് ഒന്ന് എനിക്ക് തരൂ. അല്ല, ഞാനൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾ കുറച്ചു മുന്നേ 2-3 പേരുകൾ പറഞ്ഞില്ലേ, ആ പേരുകളിൽ ആരായിരുന്നു നബിയുടെ ശത്രുപക്ഷത്തുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്ത സോഴ്സ് നമ്മുടെ മുന്നിലില്ല, വേറെ സോഴ്സ് ഇല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കയ്യിൽ അങ്ങനെ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു ഡോക്യുമെന്റ്സോ അല്ലെ വേണ്ട, പേര് പറഞ്ഞാൽ മതി. ഗ്രന്ഥങ്ങളോ ഗ്രന്ഥകാരന്മാരോ നമുക്ക് അവലംബിക്കാവുന്ന ആൾക്കാരോ. കണ്ട ആൾക്കാർ എഴുതുന്ന ബുക്കാണോ നബിയെ കുറിച്ച്, അത് കണ്ടിട്ടാണോ നബിയെ നമ്മൾ വിലയിരുത്തേണ്ടത്? എന്റെ സോഴ്സ് പറഞ്ഞുതരാം, എന്റെ സോഴ്സ് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ ഏതൊക്കെ അംഗീകരിക്കും അറിയില്ല. ചരിത്രം ഏകദേശം നിങ്ങൾക്ക് അറിയാം. ഒന്നില്ലേ തെറ്റിദ്ധാരണ കൊണ്ട് വീഡിയോസ് ചെയ്യുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഒന്നിലെ തെറ്റിദ്ധാരണ ഞാൻ അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് നബിയെ കുറിച്ച് കിതാബിൽ എഴുതി വെച്ചത് ഞാൻ പറയട്ടെ. മുഹമ്മദ് നബിയുടെ ചരിത്രമായിട്ടും ഞാൻ പറയട്ടെ, ഇത് വേണേ ശ്രദ്ധിച്ചോ. വേറൊന്നുമല്ല, അതായത് നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥ ചരിത്രം പഠിക്കുക. അതെല്ലാം മനഃപൂർവ്വം ഇല്ലാ കഥകൾ പറഞ്ഞ് നബി അപമാനിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യുന്നത് ഇപ്പൊ. അപ്പൊ അതല്ല, തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇത് രണ്ടുമല്ല ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ എന്നെ വിളിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. എന്തോ നിങ്ങള് ഇത് രണ്ടുമല്ല ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതല്ല, നിങ്ങൾ ഒന്നില്ലെങ്കിൽ വീഡിയോസ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നിർത്തുക. കണ്ട ആൾക്കാർ അവിടെ ഇവിടെ കിടന്ന് കണ്ട ഉസ്താക്കന്മാരൊക്കെ പല വീഡിയോസും ചെയ്യും. കാരണം അവർക്ക് ആളാവണം, അവർക്ക് പൈസ വേണം, അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി അവരോട് പറയുന്ന റിയാക്ഷൻ ആണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത്. പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് അയാളുടെ താല്പര്യങ്ങളൊക്കെ വേറെയായിരുന്നു. അതനുസരിച്ചുള്ള പുരുഷന്റെതായിട്ടുള്ള താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള വീഡിയോസ് ആയിരുന്നു. അതിനൊക്കെ നബിയെ കുറിച്ച്, നബിയുടെ ഓരോ ടൈറ്റിൽ തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും നബിയുടെ ഇത്രാമത്തെ കല്യാണം ഇന്ന വ്യക്തിയുമായിട്ടുള്ള, അങ്ങനെ അതേകൂടെ അവന്റെ കൃഷിയിടത്തെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ഇല്ലാ കഥകൾ. അതായത് യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അയാളുടെ കാഴ്ചപ്പാടിൽ ഓരോന്നൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ, അതായത് ഇവരൊക്കെ പുരുഷന്മാരാണ്, അവരുടെ വീക്ക്നെസ് ഉണ്ടാവും, അതിന്റെയൊക്കെ അടുത്ത് അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. എവിടെ കിടക്കുന്നു, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത ഇവരെവിടെ കിടക്കുന്നു, നല്ല ഇവരൊക്കെ തമ്മിൽ എന്താ പറയാ താരതമ്യപ്പെടുത്താൻ പോലും പറ്റും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ പറഞ്ഞ പദപ്രയോഗത്തിനൊക്കെ ആ ക്വാളിറ്റി ഒക്കെ മുഹമ്മദ് നബിയിൽ ആരോപിക്കാൻ നമ്മളെ കയ്യിൽ എന്താ സോഴ്സ് ഉള്ളത്? എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും നല്ലത് ചെയ്തതുണ്ടോ? എല്ലാവരും മക്കളെ വളർത്തുന്ന സ്വാർത്ഥമായിട്ടാണ്. അല്ലാണ്ട് ആരും സത്യസന്ധത നല്ലത് ചെയ്യാൻ ഒരു മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കത്തില്ല. അതേസമയം നബിയുടെയൊക്കെ കാലത്ത് നബിയുടെയൊക്കെ മാതാപിതാക്കൾ എന്തായിരുന്നു പഠിക്കണം. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കിട്ടുന്ന സോഴ്സിൽ നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വേറെ വല്ല സോഴ്സും ഉണ്ടെങ്കിൽ തരും. സാഹിത്യകാരിയായിരുന്നു, അത്രയും സാഹിത്യകാരിയായിട്ടുള്ള ഒരു ഉമ്മ, അല്ലെങ്കിൽ എന്താണ് പറയാ, അത്ര നബിയുടെ ഉമ്മ സാഹിത്യകാരിയായിരുന്നു. ഞാൻ അറിയത്തില്ല നിങ്ങൾക്ക് ആ കഥ എവിടുന്ന് ഏതാ സോഴ്സ് പറയാ? നിങ്ങൾ സോഴ്സ് പറയില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന സോഴ്സ് കണ്ടെത്തിട്ടല്ലല്ലോ, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങൾക്ക് ഇതൊക്കെ സുഖമായിട്ട് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു തന്നിട്ട് കല്യാണമായിരുന്നോ സംശയിക്കാവുന്ന കുറെ സാഹചര്യങ്ങളുണ്ടല്ലോ. അല്ല, എന്റെ കയ്യിൽ നിങ്ങൾക്ക്
ഇങ്ങനെ സോഴ്സും റെഫറൻസും ഒന്നും വെച്ചിട്ടല്ല ഞാൻ ഈ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് പറയുന്നത്, നബിയുടെ ഉമ്മ സാഹിത്യകാരിയായിരുന്നു, നബിയുടെ കുടുംബം ആണെങ്കിലും ശരി നല്ല രീതിയിൽ നമ്മളെയൊക്കെ പോലെ ഈ കണ്ട അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് ഒക്കെ വളരെ മാന്യന്മാരായിരുന്നു, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, നബിയുടെ അതായത് നമ്മളെയൊക്കെ പോലെ കച്ചറ കുടുംബത്തെ വളർന്നിട്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കണം, എങ്ങനെയും ആളാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല യുദ്ധം ചെയ്തിട്ടുണ്ടോ? എന്തോ മദീനയിലേക്ക് യാത്ര പോയതിനു ശേഷം യുദ്ധം ചെയ്തിട്ടുണ്ടോ? അല്ല, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. എനിക്കിതൊക്കെ അറിയാം. നിങ്ങൾ നമ്മളറിയാത്ത കുറെ കഥകൾ പറഞ്ഞു തരുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കണേ. നബി എന്തുകൊണ്ട് യാത്ര നബിയാന്ന് മനസ്സിലായതിനു ശേഷം യാത്ര പോയത് ആരെ പേടിച്ചിട്ടാണ്? ആരും പേടിച്ചിട്ടല്ല. അല്ല, എന്തിനും കച്ചവടം നിങ്ങൾക്കൊന്നും അറിയാം. ഇത് കണ്ടെടുത്തൊക്കെ കേൾക്കുന്ന മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് രണ്ട് തുടർ വർഷങ്ങളിൽ നടന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ. എനിക്ക് ഇനിയിപ്പോ നിങ്ങളോട് തിന്നിപ്പോ വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല, കാരണം എന്റെ മൊബൈലും ബാലൻസ് ഇല്ല, അതുമല്ല എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒന്നില്ലെങ്കിൽ മാന്യമായിട്ടുള്ള വീഡിയോ ചെയ്യുക. ചെയ്ത അതന്നെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ നബിയെ കുറിച്ചിട്ടുള്ള ചെയ്യുന്ന വീഡിയോക്ക് നിങ്ങൾ നബിയെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും നബിക്ക് വിഷമം ഉണ്ടാവും, അല്ലെ എന്താ പറയാ, നബിയുടെ കുടുംബത്തിനെ അപമാനിക്കുന്നതായിട്ട് അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ നബിക്ക് നബിയുടെ കുടുംബം മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതിനും കാണുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല ഹദീസ് സ്വീകരിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന ഹദീസ് സ്വീകരിക്കാം. ഞാൻ പറയുന്ന ഹദീസ് തള്ള, അത് ശരിയാവില്ല. നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ലല്ലോ, എന്റെ ക്ഷമ പോകുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് വേറൊന്നുമല്ല, ഇപ്പൊ ഒരു കാര്യം, ഇപ്പം ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം പറയണം, അത് നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അവരെ തല്ലിക്കൊല്ലണമെന്ന് പറയണം, അത് നമുക്ക് മനസ്സിലാകും. അത് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ തന്നെയാണ് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട്. നബിയുടെ യഥാർത്ഥ ചരിത്രമാണ് ഈ നല്ല ഹദീസുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ കൂട്ടത്തിൽ നബി അപമാനിക്കാൻ, മനഃപൂർവ്വം അപമാനിക്കാതെ ലോക ജനതയുടെ മുന്നിൽ നബിയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കെട്ടുകഥകളുണ്ട്. അതാണ് ഇസ്ലാമിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. അല്ല, ഞാൻ ഇതൊന്ന് പറയട്ടെ. ഒരു കാര്യം ഒന്ന് കേട്ടോ, വേറൊന്നുമല്ല. നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള നബിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി വീഡിയോ ചെയ്യാം. അതല്ലേ നിങ്ങൾക്ക് ആ ഒരു വിഷയം ഒഴിച്ചിട്ട് ബാക്കി ഈ പറയുന്ന ഉസ്താക്കന്മാരെന്തെങ്കിലുമൊക്കെ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് റിയാക്ഷൻ വീഡിയോ മാത്രമാണ് ചെയ്തത്. അപമാനിച്ചിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ് ചെയ്യരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നബിയുടെ യഥാർത്ഥ ചരിത്രം അറിയത്തില്ല നിങ്ങൾക്ക്. എന്താ നല്ലൊരു ഈ ലോകം വിട്ടുപോയ അത് നിർത്താൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉപാധി വെക്കാണ്. ഇതല്ല നബിയുടെ യഥാർത്ഥ ചരിത്രം എന്ന് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. കുറച്ചെങ്കിലും സന്തോഷവും സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നബിയുടെ കുടുംബത്തിന്റെയും കഷ്ടപ്പാടാണ്. അത് മറന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കള്ളക്കഥ പറഞ്ഞ് ഉണ്ടാക്കുന്ന പൈസ ഉപകരിക്കത്തില്ല. ഇത് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് പൈസ ഉപകരിക്കുന്നത് വിട്ടേക്ക്. പൈസ നമ്മുടെ ഇതിനകത്ത് വലിയൊരു മാറ്റർ അല്ല. ഞാൻ പറയുന്നത് മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ആർക്കെങ്കിലും ഒക്കെ വിശക്കുന്നവർക്കും എല്ലാം കൊണ്ട് കൊടുക്കേ. നബിക്ക് ഇപ്പം നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതിപ്പോ എനിക്ക് എങ്ങനെ അറിയാവുന്ന ഓരോരുത്തരും ചെയ്തു പോയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത്. നബിക്ക് എന്നല്ല, ഇപ്പൊ ഇപ്പം നല്ലൊരു വ്യക്തി ഇപ്പൊ ഉള്ള ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയാൽ അവരിപ്പോ നിങ്ങൾ എന്ത് അവരെ പറ്റി പറഞ്ഞാലും അവർക്ക് ഈ ചെവിടെ കേൾക്കും, മറ്റേ ചെവിടെ കളയും. കാരണം അങ്ങനെയാണ് നല്ല ആൾക്കാർ. നല്ല ആൾക്കാർ അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെ നബിയെ കുറിച്ച് കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വീഡിയോസ് ചെയ്തത് നിങ്ങൾ ആ പൈസ ജനങ്ങൾക്ക് കൊടുക്കുക. എന്നിട്ട് പറയാ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുഹമ്മദ് നബി നമ്മൾ മനസ്സിലാക്കിയ ഗ്രന്ഥങ്ങളിലൂടെയും ഉസ്താദുമാർ പറഞ്ഞ വയലിലൂടെയും മനസ്സിലാക്കിയ പ്രവാചകനല്ല യഥാർത്ഥ പ്രവാചകന്റെ ചരിത്രം. അത് വേറെയാണ് എന്ന് എനിക്കറിയില്ല. ഈ പ്രവാചകനെയാണ് എനിക്ക് അറിയുള്ളൂ ഗ്രന്ഥത്തിലൂടെ. അപ്പൊ അതല്ലാത്തൊരു പ്രവാചകന്റെ ചരിത്രം എനിക്ക് പഠിക്കാൻ പറ്റുന്ന സോഴ്സോ അല്ലെങ്കിൽ അതിന്റെ തെളിവുകളോ തന്നാൽ നമുക്കത് പരിഗണിക്കാം. അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഈ വിമർശനം നിർത്തും ചെയ്യും, അതിൽ പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാനൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞു എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ആയിട്ടോ അല്ലെ ഒരു നിങ്ങളുടെ സങ്കല്പമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ് എന്റെ മുഹമ്മദ് നബി ഇങ്ങനെ ആയിരിക്കണം എന്ന നിങ്ങളുടെ. അത് മാത്രമല്ല, എനിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് പറയാനും സാധിക്കത്തില്ല. നിങ്ങളോടൊന്നല്ല, ആരോടും എന്നെ കൊണ്ട് പറയാനും സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങളെ പോലും എനിക്ക് പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഏത് കുടുംബത്തുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. നബിയുടെ ശത്രു കുടുംബത്തിലുള്ള ആളാണെന്ന് പോലും ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഒരു ഇതാണെങ്കിൽ പോലും. ഞാനങ്ങനെ ഒരുപാട് കാലത്തെ പരമ്പരയൊന്നും എഴുതി വെച്ച കുടുംബത്തിലല്ല. അപ്പൊ എന്തായാലും ശരി, നമ്മൾ കേരളത്തിൽ നിന്നുള്ളതല്ലേ. നമ്മൾ വല്ലാണ്ട് അങ്ങ് അന്വേഷിച്ച് പോയാലും വല്ല ഈഴവരോ ഒക്കെ അറിയാം.
നിങ്ങൾക്ക് കുറച്ച് ചരിത്രങ്ങളൊക്കെ അറിയാം, എന്നിട്ടും ആ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടും നിങ്ങൾ നബിയുടെ യഥാർത്ഥ ചരിത്രം എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സോഴ്സ് ഇല്ല, എനിക്ക് വേറെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടാവുന്ന അത്രയും പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിക്കും. അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എനിക്ക് ശരിയായ പ്രവാചകന്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വല്ല തെളിവുകളോ റെഫറൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അയച്ചു തന്നോളി. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഞാൻ എന്റെ ഇസ്ലാമിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഒരു ഹദീസ് ഉണ്ട്, ഒരു ഹദീസ്. ഓ റെഫർ ചെയ്യും, റെഫറൻസ് വേണം, വെറുതെ എന്തെങ്കിലും പറയരുത്. നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങൾ എനിക്ക് എഴുതി തന്നിട്ട് കാര്യമില്ല. അതാ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് നമ്മൾക്കുള്ള കുറെ നല്ല സങ്കല്പങ്ങൾ ഉണ്ടാവും, അത് നല്ലതാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായിക്കൊള്ളുന്നത് നിർബന്ധമല്ല, വാശി പിടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ പലയിടത്തുനിന്നും പല കഥകളും ഉസ്താക്കന്മാർ പറയുന്ന ഞാൻ റെഫറൻസ് മാത്രം എടുക്കണം. ഇസ്ലാമിക ലോകം എന്ന് പൊതുവിൽ അംഗീകരിക്കുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അതിനെന്ത് വിശ്വാസ്യതയാണ് ഉള്ളത്? അത് നല്ലത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും, ഇപ്പൊ ആരും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കുറിച്ച് വന്ന് അന്വേഷിക്കും, ഒരു മിനിറ്റ് എനിക്ക് തരണം, എന്നിട്ട് പറയാം. ആരെങ്കിലും ഒക്കെ പറ്റി അന്വേഷിക്കുമ്പോൾ അവർ ഇതൊക്കെ ഭയങ്കര നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 പേരെ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ 10 പേരും നല്ല അഭിപ്രായമായിരിക്കുമോ പറയാ? എന്തെങ്കിലുമൊക്കെ മോശം പറയാം. അവരവരുടെ നാവ് ഭക്ഷണം കഴിക്കാനും രുചിക്കാനും ഞാൻ ചോദിക്കുന്നത്, ലോകം കാലം ഈ 1500 കൊല്ലത്തിന് ഇപ്പുറത്ത് ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പ്രവാചക ചരിത്രങ്ങളിലെ പെശകുകൾ മനസ്സിലാക്കാൻ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന കേൾക്കുന്ന എല്ലാ വീഡിയോസ് ഒക്കെ കേട്ട് എല്ലാരും വിശ്വസിക്കുന്നുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 യഥാർത്ഥ മുസ്ലിമിനെ ഒന്ന് വിശ്വസിക്കില്ല. ഇത് കേട്ടോ, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. അത് കാരണം വിശ്വാസികള് ഇത് ചില വിശ്വാസികളുണ്ട്, അവർ വിശ്വസിക്കത്തില്ല. പക്ഷെ ഭൂരിഭാഗം മുസ്ലിങ്ങളും വെറും കാപട്യക്കാരായിട്ട്, അതായത് മുസ്ലിം എന്ന മതത്തിന്റെ മറവിൽ നിന്ന് ജീവിക്കുന്നവരാ, അല്ലാണ്ട് യഥാർത്ഥ വിശ്വാസമൊന്നുമില്ല. ആര് വളർത്തുന്നു ഇവരെ? നമുക്കിത് എവിടെ കിട്ടും? ഈ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ നബി ചരിത്രം നമുക്ക് എവിടെ കിട്ടും? ഇവിടെ ഇതിപ്പോ മക്കളെ വളർത്തേണ്ടത് ആരാണ്? ഉമ്മായും വാപ്പയാണ്. ഈ ഉമ്മായും വാപ്പയും പക്വത ഇല്ലാണ്ട് വിവരക്കേടും ഈ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയും അല്ലെ പൈസയോടുള്ള ആർത്തിയും നല്ല രീതിയിലൊന്നും രീതിയിലായിരിക്കും. എന്തോ എന്നെ ഇതൊന്നും പഠിപ്പിച്ചില്ല. എന്നോട് എന്റെ പിതാവ് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്, നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അതിന് വരുന്ന പ്രതിസന്ധികൾ നേരിടുക. നിങ്ങളുടെ പിതാവ് 100% പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് നമുക്ക് അറിയില്ല. കാരണം ഞാൻ 15 വയസ്സാകുമ്പോൾ എന്റെ വാപ്പ മരിച്ചതാണ്. ഓക്കെ, നിങ്ങളുടെ ഉമ്മ അല്ലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഞാൻ ഇവരെ കുറിച്ചൊന്നും മോശമായിട്ട് കേട്ടിട്ടില്ല. നമ്മള് സാധാരണ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യന്മാര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ സ്വന്തം മാതാപിതാക്കളെക്കാളും നമ്മളെ സ്നേഹിച്ച് ഈ ലോകം വിട്ടു പോയതാണ് നബി. അപ്പൊ നബിയുടെ യഥാർത്ഥ എന്ന് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതിൽ ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത് നമുക്ക് എവിടെ റെഫറൻസ്? നിങ്ങൾക്ക് ഇത് ഇത്രയൊക്കെ ഇങ്ങനെ കഥയൊക്കെ ഉണ്ടാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാമെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിൽ എന്തായാലും ഇത്ര നാളും പോയി. അപ്പൊ ഈ ഒരു ട്രാക്കിൽ തന്നെ പിടിക്കുന്നതല്ല, അല്ലെ ആൾക്കാർ തിരിയുന്നുള്ളൊരു ഒരു ഹദീസ് പറയാം. മുത്തവാത്തറായ ഹദീസുകളുടെ ഞാൻ പറഞ്ഞത് കൂടി കേട്ടിട്ട് നിങ്ങൾ നിർത്തൂ. അതായത് മുത്തവാത്തറായിട്ടുള്ള ഒരു ഹദീസ്, നിങ്ങൾ ചില ഹദീസുകൾ നല്ലതാണെങ്കിൽ എടുക്കാന്ന് പറയാലോ. ഞാനും നല്ലത് എവിടെ കണ്ടാലും എടുക്കുന്നതാണ്. നല്ലത് എവിടെ കണ്ടാലും എടുക്കും. ഇവിടെ ആര് പറഞ്ഞു നല്ല പ്രസക്തി? അതാണ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. നല്ലത് എവിടെ കണ്ടാലും എടുക്കും. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു ഹദീസിന്റെ ഉപദേശമുണ്ട്. അതെന്താ വെച്ചാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. എന്റെ പ്രവർത്തനത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ നല്ല ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലക്ഷ്യത്തിലേക്കുള്ള പോക്ക് എപ്പോഴും ദുർഘടം പിടിച്ചതായിരിക്കും. നിങ്ങൾക്ക് അറിയാം. നല്ല ലക്ഷണമായിട്ടൊന്നും അല്ല തോന്നിയത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സത്യത്തിൽ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഒരു 9 ലക്ഷത്തിന് മേലെ ഒരാൾ തരാനുണ്ട്, തന്നിട്ടില്ല. അവരൊക്കെ നമുക്ക് കുറെയൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പൈസ ആരുടെ കയ്യിൽ ഈ പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. നിങ്ങൾ ആരെ പറ്റി വേണ്ടില്ല, എന്നെ പറ്റി നിങ്ങൾ വേണം വീഡിയോ ചെയ്ത് ഞാൻ ഒരാളെ കുറിച്ചും ഒരാക്ഷേപം ഉന്നയിച്ചെന്ന് കാണാൻ പറ്റില്ല. ആരെ പറ്റി വേണം നമുക്ക് കള്ള വീഡിയോ ചെയ്യാം, മോശപ്പെട്ട എല്ലാ കഥകളൊക്കെ പറയാം. പക്ഷെ നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അന്ത്യനാളുകളുള്ള എല്ലാ ജനതയുടെ നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും നല്ല ജീവിതത്തിനൊക്കെ വേണ്ടി പോരാടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ഈ ലോകം വിട്ടുപോയതാണ്. അപ്പൊ ആ നബിയുടെ അങ്ങനെ ഒരു നബീനെ ഞാൻ പുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരാളെ ഞാൻ പഠിച്ച ചരിത്രത്തിൽ കണ്ടിട്ടില്ല.
ആരൊക്കെയാണ് നബി ചെയ്ത പ്രവൃത്തി കൊണ്ട് നന്മ കിട്ടിയിട്ടുള്ള അവരുടെയൊക്കെ പ്രാക്കായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സാരമില്ല. ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ പേടികളൊന്നുമില്ല. നമ്മൾ ഉത്തമമായ ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ്. എന്താണ് പറയാ, ഞാൻ നിങ്ങളോട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഇത് വെച്ച് ഭയങ്കരമായ പൈസ ഉണ്ടാക്കുന്ന ആളല്ല. ഇസ്ലാം ഉപേക്ഷിക്കുകയും ഇങ്ങനെ സംസാരം തുടങ്ങുകയും ചെയ്തത് കൊണ്ട് തന്നെ വലിയ കടക്കണിയിലേക്ക് വീണ മനുഷ്യനാണ് ഞാൻ. അത് കേരളത്തിന്റെ പശ്ചാത്തലം എന്താ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് അതിനോട് ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനേക്കാളും സുഖമായിട്ട് നമുക്ക് ദഅവത്ത് നടത്തി ജീവിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അറിയാം. പൈസയാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പൈസയാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ നാളെ ഇസ്ലാമായിട്ട് ദഅവത്ത് നടത്തുകയാണോ നല്ലത്, ഇതാണോ നല്ലത്? അല്ല, നിങ്ങൾ മുസ്ലിം മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു. പിന്നെ എന്തിനാ ഈ അറബി വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക്? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം എന്ന മതത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അറബി വാക്കുകൾ ഉപയോഗിക്കണം. നമുക്ക് നമ്മുടെ മാതൃഭാഷ, ഏത് മതത്തിലാണോ ജനിച്ചു വളർന്നത്, അല്ല ഏത് സ്ഥലത്താണോ ജനിച്ചു വളർന്നത്, മാതൃഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറബി അറിയില്ല എന്ന് പറയും. അറബിയെ ഉപയോഗിച്ചാൽ നിങ്ങൾ എന്തിനാ അറബി ഉപയോഗിക്കണം ചോദിക്കും. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു? എതിരല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ്? അറബി ഒരു ഭാഷയാണ്. മുഹമ്മദ് നബിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. അതിന് മുഹമ്മദ് നബിയുടെ ബാപ്പ മുസ്ലിം അല്ല എന്നാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താണ് പറയാ, അപ്പൊ മുഹമ്മദ് നബി ഒക്കെ വരുന്നതിന് മുമ്പ് ലോകത്തുള്ളതാണ് ഈ അറബി ഭാഷ എന്ന് പറഞ്ഞതാണ് ഞാൻ. അല്ല, ഞാൻ പറഞ്ഞേക്ക് ഇതിപ്പോ അത് ഇസ്ലാമിന്റെ പേരാന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ ഉള്ള നബി ഈ ലോകത്ത് വരുന്നതിന് മുന്നേ അറബിക്കാണെന്ന്. ഇപ്പൊ മതത്തിന് ഭാഷയുടെ പിന്നെ അവകാശമൊന്നുമില്ല, അത് ആ ഭാഷയിലുള്ള ഗ്രന്ഥമാണ്, അത്രേ ഉള്ളൂ. ശരി. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ പറയുന്നത് മതി. ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാലും മതിയോ? ഇസ്ലാമിനെ അറബി ഭാഷയായിട്ട് കണക്ട് ചെയ്ത് അല്ലെ അങ്ങനെയൊക്കെ. എന്തോ നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ട്. ഫാത്തിഹ സൂറത്ത് എങ്ങനെ ഓതാ? ഞാൻ എന്റെ അറബിയിലാണോ മാതൃഭാഷയിലാണോ? അതൊക്കെ അറബിയിൽ തന്നെയാണ്. ഞാൻ കൊച്ചിലെ മുതലേ നിസ്കരിക്കത്തില്ലായിരുന്നു. ഞാൻ എന്റെ ആഫ്റ്റർ മാരേജ് ആണ് പ്രെയർ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കൊക്കെ ആയിട്ട് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ ആ ഒരു ശീലം അങ്ങനെ തന്നെ പോകും. പക്ഷെ ഇപ്പൊ താങ്ക് യു പറയണമെങ്കിലോ അല്ലെ ദൈവത്തോട് നന്ദി പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെ ദൈവത്തെ സ്തുതിക്ക് ഇപ്പൊ സലാത്തൊക്കെ തന്നെ അതൊക്കെ തന്നെ അറബി തന്നെ. അത് ശീലമായതുകൊണ്ട് ചില ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ നന്ദി എന്ന് പറയത്തില്ല. കുറ്റമായിട്ട് പറഞ്ഞതല്ല, അത് ഇങ്ങനെ പൊതുവെ അറബി വരും, നമുക്ക് അറിയാതെ അറബി വരും. നമ്മൾ ചെറിയ പ്രായം തൊട്ട് ഇതൊക്കെ പഠിക്കണല്ലേ. മതവിശ്വാസിയാന്ന് കാണിക്കാൻ വേണ്ടി പലരും ചെയ്യുന്നതാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് കള്ളന്മാരും പള്ളികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ യഥാർത്ഥം നിങ്ങൾ വിശ്വസിക്കും മുസ്ലിം മതത്തിൽ ഉള്ള 100 പേരിൽ 100 പേരും യഥാർത്ഥ വിശ്വാസികളാണ്. അതിൽ ഒരു 5 പേര് പോലും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം ദൈവത്തിനോ എന്തോ ഈ ഒരു 5% പോലും യഥാർത്ഥ വിശ്വാസികളില്ലാത്ത മനുഷ്യന്മാരെ സൃഷ്ടിക്കാനേ അള്ളാഹ്ക്ക് എന്തിന്റെ കേടായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. ഇസ്ലാം എന്ന അത് തന്നെയാണ്. ഇസ്ലാം എന്ന മതത്തിൽ മാത്രമല്ല മറ്റുള്ള മതങ്ങളെ എടുത്ത് നോക്കിക്കോ, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും. അഥവാ നടന്നില്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു ദൈവത്തെ തള്ളിപ്പറയും ചെയ്തൊന്നും അല്ല. അല്ല, എനിക്ക് ദേഷ്യം ഉണ്ട്, നിങ്ങളോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നബിയെ കുറിച്ച് എതിരഭിപ്രായമാണ്. അല്ല, എനിക്കത് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാല് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടോണ്ടിരിക്കലോ ഒന്നും അല്ല എന്റെ പണി. പക്ഷെ നിങ്ങൾ ഇനി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങളുടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വേറൊന്നുമല്ല. ജനങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ ഇന്ന ആളുടെ കൈകളിലുണ്ട്, അയാളെ ഇങ്ങനെ വിശ്വസിച്ച് എതിരഭിപ്രായമുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടിലോ അല്ലെ പുള്ളിയെടുത്ത് ചെന്ന് പൈസ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ മതിയോ? അതൊക്കെ ഞങ്ങൾ ചെയ്തു, ഒന്നും കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ വരുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യണം നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ കൂടെ പറഞ്ഞു ഒന്ന് കേട്ടോ, ഇതിന്റെ ഒന്നും പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ നിങ്ങളോട് മര്യാദയുടെ ഭാഷ പറയുന്നതിന്റെ പിന്നാലെ ഒന്നും ഞാൻ നടക്കുന്നില്ല. ഇതൊക്കെ ഒരു ഭീഷണി പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭീഷണി ഇഷ്ടമല്ല.